ഒരു കാര്യം പറഞ്ഞു അവിടെ ഇട്ടങ്ങോട്ട് വാ. എന്തുവാടി അച്ഛൻ ജംഗ്ഷനിലോട്ട് പോ റെഡിയാണ്. എന്തിനാ എനിക്കറിയൂടെ, ഞാൻ ചോദിച്ചും പറയുന്നു പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ല, ചുമ്മാ പോണം. എങ്ങോട്ട് പോണം? ഞാൻ ഒന്ന് ജംഗ്ഷൻ വരെ പോയിട്ട് വരാം. എന്തിന്? ഇവിടെ ഇരുന്ന് ബോറടിച്ച് വായി, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഇപ്പൊ ജംഗ്ഷൻ പോണ്ട് ഒരു ആവശ്യമില്ലല്ലോ. ബോറടിക്കും. ജംഗ്ഷനിലാണോ പോകുന്നത്? എന്തോ ഇവിടെ ഒരു കാര്യം ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും പോവാം അല്ലേ? അതന്നെ, നമുക്ക് എല്ലാവർക്കും കൂടി ജംഗ്ഷനിൽ പോവാം. എന്നാ ഒരു കാര്യം ചെയ്യും, എല്ലാരും പെട്ടെന്ന് ഇറങ്ങ്. നമുക്കൊരു ഓട്ടോ ഒക്കെ പിടിച്ച് അവിടെയൊക്കെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച്. എന്തോന്ന് മണി ഇത്, ഞാൻ ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം. കാരണം എല്ലാരും കൂടെ വരാൻ പോകും. ഒരു കാര്യം ചെയ്യും, എല്ലാരും കൂടെ വരണ്ട, പിങ്കി കൂടെ വരും. മക്കൾ പോയിട്ടാ. എന്തിന്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇടവും വലവും തിരിയാതെ എന്നെ ഇങ്ങനെ നിരീക്ഷിക്കുക. എന്തോന്ന് മണി ഇത്? ഒരു സ്വസ്ഥതയില്ല ഇവിടെ. അത് രവിയേട്ടന് എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാലേ എനിക്ക് പിന്നെ അത് എന്നെ ബാധിക്കും. എനിക്കൊരു വല്ലാത്ത ഫീൽ വരും. ഞാനാണ് പിള്ളേരുടെ അടുത്ത് പറഞ്ഞ രവിയേട്ടനൊന്ന് ശ്രദ്ധിച്ചോളാം. നീ എന്തോന്ന് മണി, നീ എന്ത് വിചാരിച്ച എന്നെ പറ്റി? ഞാൻ തൊട്ടപാടിയാണെന്നാ, ഞാൻ എല്ലാം തകർന്നിരിക്കുകയാണെന്നാണ് വിചാരിച്ചത്. മണി, എനിക്കറിയാം എന്റെ പേരിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. അതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ആവും. ബാങ്കിൽ നിന്ന് തന്നെ തിരിച്ചു വിളിക്കുന്നറിയാം. അല്ലാതെ ഞാൻ ചാടിക്കയറി എന്തെങ്കിലും കടുങ്കൈ കാണിക്കാൻ പോകുന്നില്ല. അത് അച്ഛനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടിട്ടാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചത് അമ്മ, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കല്ലേ അച്ഛൻ. അതെ. അതുകൊണ്ടാണ് ഞങ്ങള് അച്ഛൻ നേരത്തെ കയറുമായിട്ട് ഇവിടെ നിന്നില്ലേ, അപ്പേക്കും തൂങ്ങിച്ചാവാൻ പോകാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ അച്ഛൻ മോളില് ടെറസിൽ നിന്നല്ലോ, ഞാൻ ചാടാൻ വേണ്ടി വല്ല കൈയും കാലം ഒടിഞ്ഞാൽ ഞങ്ങൾ തന്നെ വേണ്ടേ? മക്കളെ കേട്ടോ, മനുഷ്യന്റെ കാര്യമല്ലേ, എങ്ങനെയാണ് ഓരോ സമയത്ത് ഡീൽ ചെയ്യുക പ്രശ്നങ്ങളെ നമുക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ടുള്ളത് ആദ്യം അറിഞ്ഞോളൂ. നിങ്ങളുടെ ടെൻഷൻ തന്നെ. ഹലോ ഹലോ സാർ, അതെ രവീന്ദ്രനാഥാണ്. ആണോ? സാർ സാർ താങ്ക് യു വെരി മച്ച്. അതെയോ? എനിക്കറിയായിരുന്നു സാർ. ശരി സാർ. ഓ താങ്ക് യു സാർ. ഒന്നുമില്ല, ഇവിടെ എല്ലാരും കൂടെ എന്നെ അങ്ങ് മണി ഇപ്പൊ സോണൽ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എന്റെ പേരിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, എനിക്കൊരു മാറ്റിയാണ്. അവരുടെ പേരിലാണ് കുഴപ്പം. ഞാൻ ഇന്നസെന്റ് ആണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. പിന്നെ നാളെ എനിക്ക് ജോലിക്ക് പോവാം. ഞാനും ഒന്ന് പേടിച്ചു പോയി സത്യത്തിൽ. ദൈവമേ, രവിയേട്ടന് സ്വന്തം പേരിന്റെ ചീത്തയാവുന്ന ഒരു കാര്യവും സഹിക്കാൻ പറ്റില്ല. വേറെ എന്ത് സഹിക്കും? ദൈവമേ, സമാധാനമായത്. എന്റെ ആറ്റോലമ്മച്ചി ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി. നമുക്ക് അമ്പലത്തിലൊക്കെ പോവാം. പിന്നെ തീർച്ചയായിട്ടും പോണം. എന്തെങ്കിലും വാങ്ങിക്കണോ? പിന്നെ ട്രീറ്റ് വേണ്ടേ? പിന്നെ ഉറപ്പല്ലേ? പിന്നെ അങ്ങ് വേറില്ലേ? എന്നാലും ശരി, റെഡിയാവും. നമുക്ക് പോയി ഒന്ന് പുറത്തൊക്കെ റൗണ്ട് ചെയ്ത്